ഹലോ ഗായ്സ്, ഒരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. ഓക്കെ, മാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, ഞാനിന്നൊരു ചെറിയ തട്ടിക്കൂട്ട് സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിന് സൈഡായിട്ട് നമുക്കൊരു മുരിങ്ങയില തോരൻ ഉണ്ടാക്കാം. ഓക്കെ, അതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും മുരിങ്ങയില, ഒരു മുട്ട, കുറച്ച് തേങ്ങ, കുറച്ച് ചെറിയുള്ളി, കുറച്ച് ഗ്രീൻ ചില്ലി. ഓക്കെ, അപ്പോൾ നമ്മൾ പാന് ചൂടാകുമ്പോൾ ഓയിൽ ഉപയോഗിക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്, കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പോലെ എടുക്കുക കേട്ടോ. ഓരോരുത്തരുടെ ഇത്, ചിലവർ എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ചൂടാകുമ്പോൾ കടുക് ഇടുക. ഈ കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് മുരിങ്ങയില ഇടുക. ഓക്കെ, അപ്പോൾ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങി. ഓക്കെ, മുരിങ്ങയില ഇടാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇടാം. ഓക്കെ, ഉള്ളിയും പച്ചമുളകും, ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇടുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലാട്ടോ. അപ്പോൾ ചെറിയുള്ളിയും പച്ചമുളകും കൂടി ഇടുക, നന്നായിട്ട് വഴറ്റുക. ഓക്കെ, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ നമ്മളെപ്പോഴും ഒരു കറി ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം ഇതിൽ ഞാൻ ഉണ്ടാക്കിയതിൽ കുറച്ച് ഉപ്പ് ആദ്യം കൂടുതലായിരുന്നു. കാരണം ആദ്യം ഇട്ടപ്പം ഇച്ചിരി ഉപ്പ് കൂടി. കാരണം നമ്മൾ മുരിങ്ങയിലയുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇലയുടെ ഒരു ക്വാണ്ടിറ്റി കണ്ടിട്ട് നമ്മൾ ഉപ്പിടരുത്. ഞാൻ അങ്ങനെ ഇട്ടത്. അപ്പം എന്ന് വെച്ചാൽ ഇല പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ എത്ര ഇതിനകത്തിട്ടാലും കുറച്ചേ കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് മുരിങ്ങയിലോട്ട് ക്വാണ്ടിറ്റി നോക്കിയിട്ട് നമ്മളൊരു കുറച്ച് മാത്രമേ ആദ്യം യൂസ് ചെയ്യും. കുറച്ച് ഉപ്പ് മാത്രം ആദ്യം ഇടുക. ഓക്കെ, ഉപ്പ് നമ്മൾ ഉപ്പിട്ടതിന് ശേഷം നല്ലോണം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെന്താ വെച്ചാൽ മുരിങ്ങയില ആഡ് ചെയ്യാം. മുരിങ്ങയില ഇടുമ്പോൾ നമുക്ക് കുറേ തോന്നുമെങ്കിലും ഇട്ട് കഴിയുമ്പോൾ ഏത് ഇലയാണെങ്കിലും ഇലക്കറികളൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇല ഒന്നിട്ട് കഴിയുമ്പോൾ അത് ഉടയും. അപ്പോൾ ഉടഞ്ഞിട്ട് പിന്നെ കുറച്ച് മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് ഉപ്പിടരുത്. പക്ഷേ നമുക്ക് ആദ്യം ഉപ്പിടുമ്പോൾ കുറച്ചിടാം. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യാനുസരണത്തിൽ കൂടുതലിടാനുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ ഒരുപാട് എടുത്തിട്ടരുത്. അപ്പോൾ എനിക്ക് ഒരു പൊടിക്ക് കൂടുതലായിരുന്നു. ഞാനത് ഒരു ഇട്ടും കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുരിങ്ങയിലും ഉള്ളി പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് വഴറ്റും. അപ്പം നന്നായിട്ട് ആ ഇലയൊന്ന് അടിയുമ്പോഴത്തേക്കും നോക്കി ഇലയൊക്കെ ചെറുതായിട്ട് നോക്കി. ആദ്യത്തെ ക്വാണ്ടിറ്റി വളരെ കുറവില്ല, എന്താ ഞാൻ പറഞ്ഞത്. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. പിന്നെ അതിലേക്ക് തേങ്ങ ഇടുക. തേങ്ങ എപ്പോഴും ഇടുമ്പോൾ നമ്മൾ ഈ തോരനിലൊക്കെ ഒരുപാട് ഇടരുത്. അതിന് തേങ്ങ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി പോകും. അപ്പോൾ കുറച്ച് മാത്രമേ യൂസ് ചെയ്യൂ. പിന്നെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് ഒരുപാട് മുരിങ്ങയിലുണ്ടെങ്കിൽ കുറച്ചും കൂടി യൂസ് ചെയ്യാം. എന്നാലും നമ്മളൊരു തോരൻ കാണുമ്പോൾ മൊത്തമായിട്ട് തേങ്ങ കാണുമ്പോൾ അതൊരു തേങ്ങാപ്പീര കാണുമ്പോൾ അതൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് കുറച്ച് മാത്രം ഉപയോഗിക്കുക. ഒരുപാട് ഉപയോഗിക്കുക. ടേസ്റ്റിന് വേണ്ടി മാത്രം തേങ്ങ ഉപയോഗിക്കുക. ഓക്കെ, ഞാനിത് ഒരു കയ്യിലിങ്ങനെ ഫോണും ഒരു കയ്യിലിങ്ങനെ കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഷേക്കാണ് കേട്ടോ വീഡിയോ. അപ്പോൾ സഹകരിക്കുക. അതിലൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഒറ്റ കൈ കൊണ്ടിങ്ങനെ ഓരോന്നിങ്ങനെ എടുക്കുന്നതൊക്കെ ഇങ്ങനെ ഒരു കൈ കൊണ്ടിങ്ങനെ എലി എടുക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇത് കിട്ടാത്തത് കേട്ടോ, ഷേക്കാവുന്നത്. ഓക്കെ, ക്യാമറ ഷേക്കാവുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് നമ്മളിതൊന്ന് ഇല നന്നായിട്ടൊന്ന് തേങ്ങയൊക്കെ ഇട്ടൊന്ന് യോജിച്ചതിന് ശേഷം നമ്മളിത് നടുവിൽ നമ്മളൊന്ന് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നടുവിലൊരു മുട്ടയിട്ടിട്ട് നന്നായിട്ട് ചിക്കുക. ഓക്കെ, അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് നടുവൊന്ന് റെഡിയാക്കി കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് മുട്ട ആഡ് ചെയ്യാം. ഓക്കെ, ഇനി മുട്ട ആഡ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുക. ഇത് കൈകൊണ്ടായതുകൊണ്ട് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒക്കെ ഞാനൊന്ന്
വീഡിയോ സ്റ്റെപ്പ് ചെയ്തിട്ട് ഞാനതൊന്ന് ക്ലിയറാക്കി എടുക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് കുത്തി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലാണ്, കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഒരു എഗ്ഗും കൂടി യൂസ് ചെയ്യാണ്, ഒരു മുട്ടയും കൂടി ആഡ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് ചിക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഉപ്പ് കറക്റ്റായിരുന്നു കേട്ടോ, ഉപ്പ് കറക്റ്റായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നമ്മളിടുമ്പോൾ എപ്പോഴും ഉപ്പ് കുറച്ചിടുക, പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫിഷൊന്നും കിട്ടിയില്ല, അപ്പോൾ ഞാൻ അതാണ് തട്ടിക്കൂട്ടെന്ന് പറഞ്ഞത്. സാമ്പാറിന് തട്ടിക്കൂട്ടെന്ന് പറയാൻ കാരണം സാമ്പാറിലിടുന്ന എല്ലാ കഷ്ണങ്ങളും ഇല്ല, അതുകൊണ്ടാകട്ടെ. പിന്നെ സാമ്പാറിലിട്ട് എല്ലാ കഷ്ണങ്ങളും മക്കൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ സെലക്റ്റീവായിട്ടുള്ള അവർ കഴിക്കുന്നത് അങ്ങനത്തെ പീസ് മാത്രമേ ഇടാറുള്ളൂ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ചിക്കിയെടുക്കുക. നമ്മളെ മുരിങ്ങയില എഗ്ഗ് മുട്ടത്തോരനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയില മുട്ടത്തോരനിപ്പോൾ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഈ മുരിങ്ങ ഇല മാത്രമായിട്ട് കഴിക്കാതെ ഇപ്പോൾ എൻ്റെ മക്കളൊന്നും അങ്ങനെ കഴിക്കത്തില്ല. അതുകൊണ്ട് അവർക്കൊക്കെ ഇത് അവരെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടി ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് റെഡിയായി. അപ്പോൾ ഹായ്, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ബൈ.